നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. കോതമംഗലം രൂപത സൺഡേ സ്കൂൾ വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി വിവിധ ഇടവകകളിൽ കുട്ടികൾ പങ്കെടുത്ത വിശ്വാസ ഉത്സവ റാലി നടന്നു. ഇടവക വികാരിമാരും അധ്യാപകരും രക്ഷിതാക്കളും നേതൃത്വം നൽകി. മാന്നാനം ആഹ്ലാദ ലഹരിയിൽ വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങുകൾ ഒക്ടോബറിൽ നടക്കുമെന്ന് വൈസ് പോസ്റ്റ്ലേറ്റർ ഫാദർ ജെയിംസ് മടത്തിക്കണ്ടം. തൊടുപുഴ നഗരത്തിലെ കൊട്ടേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് 17-കാരൻ ഉൾപ്പെടെ 3 പേരെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മുള്ളരിങ്ങാട് പന്നിമറ്റം ചാൽ ഭാഗത്ത് പുതുതായി നിർമ്മിച്ച കലുങ്ക് മതിയായ അടിത്തറയില്ലാത്തതിനാൽ അപകടം വിളിച്ചു വരുത്തുമെന്ന് പ്രദേശവാസികൾ. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഇടുക്കി ജില്ലാ സമ്മർ ക്യാമ്പിന് കഞ്ഞിക്കുഴിയിൽ തുടക്കമായി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. തൊടുപുഴ ടൗൺ പള്ളിയിൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിശ്വാസോത്സവ റാലി നടത്തി. വികാരി ഫാദർ ജോസ് മോനിപ്പള്ളി, സഹവികാരി ഫാദർ എബ്രഹാം നിരവത്തിനാൽ, രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയ നേതൃത്വം നൽകി. മുതലക്കുടം സെന്റ് ജോർജ് പള്ളിയിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ ചേർന്ന് വിശ്വാസ ഉത്സവ റാലി നടത്തി. വികാരി ഫാദർ ജോസഫ് അടപ്പൂർ, സഹ വികാരിമാർ, സൺഡേ സ്കൂൾ അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോതമംഗലം രൂപത സൺഡേ സ്കൂൾ വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ വിശ്വാസോത്സവ റാലി നടത്തി. പള്ളിയിൽ നിന്നാരംഭിച്ച റാലി വിമലാലയം സ്കൂളിൽ സമാപിച്ചു. പള്ളി വികാരി ഫാദർ മാത്യൂസ് നന്ദളം, സൺഡേ സ്കൂൾ അധ്യാപകർ, ട്രസ്റ്റിമാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി.
വിശ്വാസ വർഷാചരണത്തിന്റെ ഭാഗമായി കരിങ്കുന്നം നെടിയക്കാട് ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ വിശ്വാസോത്സവ റാലി നടന്നു. നെടിയക്കാട് പള്ളിയിൽ നിന്ന് ആരംഭിച്ച റാലി കരിങ്കുന്നം ടൗൺ ചുറ്റി നെടിയക്കാട് പള്ളിയിലെത്തി സമാപിച്ചു. നൂറുകണക്കിന് പ്രച്ഛന്ന വേഷധാരികൾ പങ്കെടുത്തു. പള്ളി വികാരി ഫാദർ ജോർജ് കാഞ്ഞിരക്കൊമ്പിൽ, സൺഡേ സ്കൂൾ രൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ നാമനത്തിൽ, സഹവികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ, സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ തങ്കച്ചൻ എരിമറ്റത്തിൽ, PTA പ്രസിഡന്റ് തോമസ് കുട്ടി കുര്യൻ എന്നിവർ നേതൃത്വം നൽകി. കോടതി കുറ്റവിമുക്തനാക്കിയ പ്രൊഫസർ TJ ജോസഫ് കുറ്റക്കാരനല്ലെന്ന് ആവർത്തിച്ച് പ്രസ്താവിച്ച് കോതമംഗലം രൂപത നീതിമാൻ ചമയുകയാണെന്ന് കേരള കത്തോലിക്ക നവീകരണ പ്രസ്ഥാന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പ്രൊഫസർ TJ ജോസഫിനെ തിരിച്ചെടുത്തിരിക്കുന്നത് മാനുഷിക പരിഗണന വെച്ച് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ മാനുഷിക പരിഗണന? CJM കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ സഭാ കോടതി അല്ലെ സഭയുടെ മാനേജ്മെൻറ്റ് പറയുന്നു അയാൾ ഇപ്പോഴും കുറ്റക്കാരനാണെന്ന്. അപ്പോൾ കോടതി അലക്ഷ്യ നടപടിയാണ് ഫലത്തിൽ സഭ ഇപ്പം ഈ പ്രസ്താവനയിലൂടെ നടത്തിയിരിക്കുന്നത്. ഇന്നലെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന റിലീസിൻ്റെ കോപ്പി മംഗളം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കോപ്പി കാണുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അദ്ദേഹം കുറ്റക്കാരനാണ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സർവീസിൽ ജോലിയിൽ പ്രവേശിക്കാതെ തന്നെ പുറത്തു പോയി കഴിഞ്ഞാൽ സർവീസ് ആനുകൂല്യം മുഴുവൻ കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഞങ്ങൾക്കുണ്ടായിരുന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ മാനുഷിക പരിഗണനയാണെങ്കിൽ കൈവെട്ടി മാറ്റപ്പെട്ടതിന് ശേഷം തീർച്ചയായിട്ടും ആ മാനുഷിക പരിഗണനയിൽ എടുത്തുകൊണ്ട് അദ്ദേഹത്തെ ജോയിൻ ചെയ്യിക്കാമായിരുന്നു. സർക്കാരിൽ നിന്ന് ലഭിക്കുവാനുള്ള ഭീമമായ കുടിശ്ശിക തുകയും പെൻഷനും TJ ജോസഫിന് അവകാശപ്പെട്ടതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. അഡ്വക്കേറ്റ് ജോസഫ്, ജോയി വടക്കേടത്ത്, അഡ്വക്കേറ്റ് ജോസഫ് പാലിയത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള വെള്ളാള മഹാസഭ തൊടുപുഴ തെക്കുംമറി കാഞ്ഞിരമറ്റം ഉപസഭയുടെ പുതുക്കിപ്പണിത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള വെള്ളാള മഹാസഭ 19 നമ്പർ തൊടുപുഴ തെക്കുംമുറി കാഞ്ഞിരമറ്റം ഉപസഭയുടെ പുതുക്കിപ്പണിത കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം 6/4/2014 ഞായറാഴ്ച 4 മണിക്ക് മഹാസഭാ പ്രസിഡന്റ് ശ്രീ പുനലൂർ മധു XMLA നിർവഹിക്കുന്നതാണ്. ഇതിനോടനുബന്ധിച്ച് 3:30 മണിക്ക് പാലാനിക്കൽ ജംഗ്ഷനിൽ നിന്നും വിശിഷ്ടാതിഥികളെ സ്വീകരിച്ച് ഘോഷയാത്രയായി താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആനയിക്കുന്നതാണ്. തുടർന്ന് കെട്ടിടത്തിൻ്റെ ശിലാഫലകം ശ്രീ പുനലൂർ മധു അനാച്ഛാദനം ചെയ്യുന്നതാണ്. 4 മണിക്ക് വട്ടപ്പറമ്പിൽ നാരായണപിള്ള സ്മാരക ഹാളിൽ ഉപസഭാ പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻപിള്ളയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം മഹാസഭാ പ്രസിഡന്റ് ശ്രീ പുനലൂർ മധു XMLA ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച വൈകിട്ട് 4-ന് നടക്കുന്ന സമ്മേളനം മഹാസഭാ പ്രസിഡന്റ് പുനലൂർ മധു XMLA ഉദ്ഘാടനം ചെയ്യും. മഹാസഭ ജനറൽ സെക്രട്ടറി സോണി J. കല്യാൺകുമാർ ഉപസഭ മുൻ ഭാരവാഹികളുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യും. സുവനീർ പ്രകാശനം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് നിർവഹിക്കും. PK ചന്ദ്രശേഖരപിള്ള, ശശിധരൻ പിള്ള, S. അനന്തകൃഷ്ണൻ, PK രാധാകൃഷ്ണൻ, MT ദീപാകരൻ തുടങ്ങിയ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്തകൾ തുടരുന്നു. കോട്ടയം മാന്നാനം ആഹ്ലാദ തിമർപ്പിൽ ഒപ്പം ഭാരതസഭയും CMI സമൂഹവും വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ഡിക്രിയിൽ മാർപ്പാപ്പ ഒപ്പുവെച്ച വാർത്ത അറിഞ്ഞ് മാന്നാനം പള്ളിയിലേക്ക് ജനം ഒഴുകിയെത്തി. 10,000-കണക്കിന് ഭക്തർ ചാവറയച്ചന്റെ കല്ലറിയിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് മനമൊരുക്കി ദൈവത്തിന് നന്ദി പറഞ്ഞു. ഒപ്പം പ്രാർത്ഥനാ മലരുകൾ അർപ്പിച്ചു. വൈകുന്നേരം 3 മണിയോടെയാണ് ശുഭവാർത്ത മാന്നാനം ആശ്രമത്തിലെത്തിയത്. റോമിൽ നിന്നുള്ള വാർത്ത വൈസ് പോസ്റ്റുലേറ്റർ ഫാദർ ജെയിംസ് മടത്തിക്കണ്ടം CMI മറ്റു വൈദികരെയും വിശ്വാസികളെയും അറിയിക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ വിശ്വാസികളെ കൊണ്ട് പള്ളിയും അങ്കണവും നിറഞ്ഞു. 1805 ഫെബ്രുവരി 10 ആലപ്പുഴയിലെ കൈനകരിയിൽ ജനിച്ച ചാവറയച്ചൻ
1818 പൗരോഹിത്യ വസ്ത്രം സ്വീകരിച്ചു. 1829 പൗരോഹിത്യം സ്വീകരിച്ചു. 1831 CMI സഭ രൂപീകൃതമായത്. 1866 അദ്ദേഹം CMC സന്യാസി സഭയ്ക്ക് രൂപം നൽകി. ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തും മുമ്പ് തന്നെ വിശ്വാസികൾ മാന്നാനം കുന്നിൻ മുകളിലെ പള്ളിയിലെത്തി ചാവറയച്ചനോട് പ്രാർത്ഥിച്ചിരുന്നു. അന്നു മുതലേ അവിടെ അത്ഭുതങ്ങൾ നടന്നിരുന്നു. ഒരിക്കലും സുഖപ്പെടില്ല എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ പല രോഗങ്ങളും ചാവറയച്ചന്റെ മധ്യസ്ഥതയോടെ സുഖപ്പെടുത്തിയതോടെയാണ് വിശ്വാസികൾ മാന്നാനത്തേക്ക് പ്രവഹിച്ചു തുടങ്ങിയത്. അനേകർക്ക് ആശ്വാസം കിട്ടിയതോടെ ഇവിടെയുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്ക് കൂടുകയായിരുന്നു. 10,000-ങ്ങളാണ് പ്രതിദിനം ഇവിടെയെത്തി ചാവറയച്ചനോട് പ്രാർത്ഥനാ സഹായം യാചിക്കുന്നത്. ഭാരതസഭയുടെ രണ്ടാമത്തെ വിശുദ്ധനാണ് ചാവറയച്ചൻ. അൽഫോൺസാമയെയും ചാവറയച്ചനെയും ദൈവദാസരായി പ്രഖ്യാപിച്ചത് 1986 ഫെബ്രുവരി 8 കോട്ടയത്ത് എത്തി അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ II മാർപ്പാപ്പയാണ് ഇരുവരെയും വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തിയത്. ചാവറയച്ചനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള ഡിഗ്രി 2 ദിവസത്തിനുള്ളിൽ മാന്നാനത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വൈസ് പോസ്റ്റുലേറ്റർ ഫാദർ ജെയിംസ് മടത്തിക്കണ്ടം പറഞ്ഞു. കാല് ചിലപ്പം ഉണ്ടായിട്ടുള്ളതുണ്ടാകാം. അതുപോലെ തന്നെ ചിലർക്ക് പഠിക്കാനായിട്ട് ബുദ്ധിയില്ലാത്തവർ, അങ്ങനെയുള്ളവർ, പിന്നെ പഠിക്കാനായിട്ടുള്ള വിജയം കിട്ടിയവർ, കല്യാണം നടന്നവർ, കുട്ടികളുണ്ടായവർ, പിന്നെ അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നിട്ട് പോകാൻ പറ്റാത്തവർക്ക് വിദേശത്തേക്ക് പോകാനുള്ളത്, അങ്ങനെ ആ തരത്തിൽ നമ്മൾ പ്രാർത്ഥന വഴി കിട്ടുന്ന അനുഗ്രഹങ്ങൾ. വരുന്ന ഒക്ടോബർ മാസത്തിൽ ഇത് സംബന്ധിച്ച് ചടങ്ങുകൾ മാന്നാനത്ത് നടക്കുമെന്നറിയുന്നു. കേരളത്തിൽ വിദ്യാഭ്യാസ നവോത്ഥാനത്തിനും വഴിതെളിച്ചത് ചാവറയച്ചനായിരുന്നു. കൂടാതെ സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. സമൂഹത്തിലെ താഴേക്കടിയിൽ കിടക്കുന്ന ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചു. സവർണ മേധാവിത്വം നിലനിന്നിരുന്ന സമൂഹത്തിൽ പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി എല്ലാ ദേവാലയങ്ങളോടുമൊപ്പം പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്നതും അദ്ദേഹമായിരുന്നു. മലയാളത്തിലെ ആദ്യ ദിനപത്രമായ നസ്രാണി ദീപിക മാന്നാനത്ത് ആരംഭിച്ചതും ചാവറയച്ചനാണ്. 1871 ജനുവരി 3 കൂനമ്മാവിലാണ് അദ്ദേഹം മരിച്ചത്. BBC ന്യൂസ് തൊടുപുഴ. ജില്ലയിലെ ആദിവാസികളുടെ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചതായി ഐക്യ മലയര മഹാസഭ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടയം നൽകാൻ തൻ്റെ ഇടമില്ലാത്ത വോട്ടില്ല എന്നുള്ള തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇത് കേരളത്തിലെ ആദിവാസികളുടെ കൈവശത്തിലിരിക്കുന്ന ഭൂമിക്ക് നാളിതുവരെ പട്ടയം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും, അതായത് പ്രധാനമായിട്ടും വലതുപക്ഷവും ഇടതുപക്ഷവും, ഭരണപക്ഷവും പ്രതിപക്ഷവും, ഈ രണ്ട് കക്ഷികളുടെ ഭാഗത്തു നിന്നും നമ്മുടെ ഇലക്ഷൻ്റെ അവസാന പ്രചരണ ഘട്ടത്തിലും ആരും പ്രകടന പത്രികയിലോ അല്ലെങ്കിൽ അവരുടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനത്തിലോ ആരും പരാമർശിച്ചിട്ടുണ്ടായില്ല. അപ്പം ഇതിനെതിരെ ഇടുക്കി ജില്ലയിലെ ആദിവാസി വിഭാഗങ്ങൾ ഐക്യ മലയര മഹാസഭയുടെ സംഘടനാ തലത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുകയും നാളിതുവരെ, അതായത് തലമുറകളായിട്ട് കൈവശം വെച്ച കൈവശ ഭൂമിക്ക് പട്ടയം തരാത്ത, അതിന് പട്ടയം കൊടുക്കാനുള്ള നടപടിയെടുക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വോട്ട് നൽകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും ഈ വരുന്ന ദിവസങ്ങളിൽ അതുമായിട്ടുള്ള പ്രചരണത്തിന് തുടക്കം കുറിക്കാനും ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ മാത്രം സംഘടനയ്ക്ക് 15,000-ൽ പരം വോട്ടർമാരുണ്ട്. വോട്ട് ചെയ്യേണ്ടെന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച മുതൽ ഗ്രാമീണ മേഖലകളിൽ പ്രചാരണവും ആരംഭിക്കും. CR ദിലീപ് കുമാർ, CK സോമശേഖരൻ, രേണുക പുരുഷോത്തമൻ, PI ബിജു തുടങ്ങിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. കോതമംഗലം രൂപത സൺഡേ സ്കൂൾ വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി വിവിധ ഇടവകകളിൽ കുട്ടികൾ പങ്കെടുത്ത വിശ്വാസ ഉത്സവ റാലി നടന്നു. ഇടവക വികാരിമാരും അധ്യാപകരും രക്ഷിതാക്കളും നേതൃത്വം നൽകി. മാന്നാനം ആഹ്ലാദ ലഹരിയിൽ വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങുകൾ ഒക്ടോബറിൽ നടക്കുമെന്ന് വൈസ് പോസ്റ്റുലേറ്റർ ഫാദർ ജെയിംസ് മടത്തിക്കണ്ടം. തൊടുപുഴ നഗരത്തിലെ കൊട്ടേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് 17-കാരൻ ഉൾപ്പെടെ 3 പേരെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ
മുള്ളരിങ്ങാട് പന്നിമറ്റം ചാൽ ഭാഗത്ത് പുതുതായി നിർമ്മിച്ച കലുങ്ക് മതിയായ അടിത്തറയില്ലാത്തതിനാൽ അപകടം വിളിച്ചു വരുത്തുമെന്ന് പ്രദേശവാസികൾ. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഇടുക്കി ജില്ലാ സമ്മർ ക്യാമ്പിന് കഞ്ഞിക്കുഴിയിൽ തുടക്കമായി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.